3 ആൺകുട്ടികൾക്ക് ശേഷം ഒരു പെൺകുട്ടി വേണമെന്നായിരുന്നു നാലാമതായി ഗർഭിണിയാകുമ്പോൾ അമ്മയുടെ ആഗ്രഹം. അതേസമയം അമ്മയുടെ ആരോഗ്യനില മോശമായതോടെ വയറ്റിലുള്ള കുട്ടിയെ ഇല്ലാതാക്കാൻ ആയുർവേദ പ്രകാരമുള്ള പലതും ചെയ്തു നോക്കി. അതൊന്നും തന്നെ ഏറ്റില്ലെന്ന് പറയാം. കുട്ടി ജനിച്ചു. അമ്മയുടെ ആഗ്രഹത്തിന് വിപരീതമായി ആൺകുഞ്ഞായിരുന്നു അത്. കുഞ്ഞു വളർന്നു തുടങ്ങി. ആരോഗ്യം കുറഞ്ഞു വാശിക്കാരനായ ആ കുഞ്ഞിനെ നോക്കി അമ്മ പലപ്പോഴും പറയുമായിരുന്നു, അന്ന് എല്ലാവരും കൂടി കൊല്ലാൻ നോക്കിയ കുട്ടിയാണിത്. കന്നുകൂട്ടാൻ പഠിച്ചാൽ വളർന്നു എന്ന് തോന്നുന്ന സാമൂഹിക അന്തരീക്ഷത്തിലെ പരിമിതമായ സാഹചര്യങ്ങൾ വളർന്നു. ചെറുപ്പം തൊട്ടേ വായനയോട് വലിയ താല്പര്യമായിരുന്നു. പഠനത്തിലും മിടുക്കനായിരുന്നു. വീട്ടിൽ നിന്നും അല്പം ദൂരെയുള്ള അക്കിത്തൻ്റെ വീട്ടിൽ നിന്നും പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വായിച്ചു. അയൽക്കാരനായ മാധവമേനോന്റെ വീട്ടിൽ നിന്നും വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു. വായിക്കും തോറും തനിക്കും എഴുതണമെന്ന ആഗ്രഹം അതിശക്തമായി ആ ബാലൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. സ്വന്തമായി കഥകൾ എഴുതി തുടങ്ങി. മലയാള സാഹിത്യ ലോകത്തെ വായനക്കാരെ അക്ഷരങ്ങളിലൂടെ ഒരുക്കിയ ഭൂഖണ്ഡങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തി. ഗർഭാവസ്ഥയിലെ വൈദ്യൻ മരണം വിധിച്ച MT എന്ന ചെറിയ 2 അക്ഷരത്തിനുള്ളിൽ കഥകളുടെ ഒരു കടലായിരുന്നു കാലം നമുക്കായി കാത്തുവെച്ചത്.